ആർ ബാലകൃഷ്ണപിള്ളയെ മുന്നണിയിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കം യുഡിഎഫിൽ ശക്തമായി. കേരള കോൺഗ്രസ് എമ്മും മുസ്ലിം ലീഗും പിള്ളയെ പുറത്താക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ ഇനി കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടാണ് നിർണായകമാവുക. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഈ മാസം 28-ന് അടിയന്തര യുഡിഎഫ് യോഗം ചേരും. യോഗത്തിൽ കേരള കോൺഗ്രസ് ബിയെ പങ്കെടുപ്പിക്കാൻ സാധ്യതയില്ല. മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ആടിയുലഞ്ഞിരിക്കുകയാണ് ഐക്യജനാധിപത്യ മുന്നണി. പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നത് എങ്ങനെയെന്ന കൂടിയാലോചനകൾ സജീവമായി നടക്കുന്നു. തലസ്ഥാനത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും യുഡിഎഫ് കൺവീനർ പി തങ്കച്ചനും രാവിലെ കൂടിയാലോചനകൾ നടത്തിയെങ്കിലും പ്രതിസന്ധി അകറ്റാനുള്ള കൃത്യമായ നിലപാടിലെത്തിയില്ല. കെ എം മാണിക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയ പിള്ളയെ പുറത്താക്കണമെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം നേതാക്കൾ ചർച്ച ചെയ്തു. പിള്ളയുടെ പരാമർശങ്ങൾ മുന്നണി മര്യാദകൾക്ക് നിരക്കുന്നതല്ലെന്ന് ചർച്ചയിൽ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. തുടർന്ന് അടിയന്തരമായി യുഡിഎഫ് യോഗം വിളിക്കാൻ ഇവർ ധാരണയിലെത്തുകയായിരുന്നു. യോഗം ചേരുന്ന കാര്യത്തെക്കുറിച്ച് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. യോഗം ചേരണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് മറ്റുള്ള കാര്യങ്ങൾ യോഗത്തിലാണ് അതിൻ്റെ ചർച്ച വരുന്നത്. യുഡിഎഫിൻ്റെ അഭിപ്രായം യുഡിഎഫിൻ്റെ യോഗം കഴിഞ്ഞാലേ എനിക്ക് പറയാൻ കഴിയും. കേരള കോൺഗ്രസ് എമ്മും മുസ്ലിം ലീഗും പിള്ളക്കെതിരെ നിലപാട് സ്വീകരിച്ചതോടെ ഇക്കാര്യത്തിൽ ഇനി കോൺഗ്രസിന്റെ സമീപനമാണ് നിർണായകമാവുക. കെ ബി ഗണേഷ് കുമാർ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ കോൺഗ്രസ് നേതൃത്വം ധൈര്യം കാട്ടിയിരുന്നു. ആ ധൈര്യം പിള്ളയുടെ കാര്യത്തിൽ ഉടൻ സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. വിഷയം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.